ചർച്ചിൽ പോകും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മോട്ടോർ ഹോം എടുത്തിട്ട് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പം നമുക്ക് കാണാം. നിൽക്ക്. ഹായ് എവരിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ചാനലായ വൈബ്സ് ആൻഡ് വണ്ടേഴ്സിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ മെയിനായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ട്രാവൽ വീഡിയോസാണ്. ട്രാവൽ മിക്കവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒപ്പം ട്രാവൽ ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോയിൽ മെയിനായിട്ടുള്ളത് ഞങ്ങൾ ക്രൈസ്റ്റ് ചർച്ചിലെത്തി. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ മോട്ടോർ ഹോം എടുത്തിട്ട് ക്യാമ്പ് സൈറ്റിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമ്പ് സൈറ്റിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മോട്ടോർ ഹോം എങ്ങനെയുണ്ടെന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. ഇപ്പോൾ കുറേ വണ്ടികളൊക്കെ ഉണ്ട്, പല ടൈപ്പ് ക്യാമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചേച്ചി അവിടെ ഇരുന്ന് തുണിയൊക്കെ ക്രിസ്മസിൻ്റെ അലങ്കാരമൊക്കെ വയ്ക്കുന്നുണ്ട്. ചേട്ടൻ അങ്ങനെ പോകുന്നു. ഇതാണ് അവിടുത്തെ മെയിൻ ലോണ്ടറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന കേട്ടോ. കുറച്ച് കോയിൻ ഇടണം, അതിൻ്റെ അങ്ങനെ കോയിൻ ഓപ്പറേറ്റഡ് ആണ്. ഇവിടെ നമ്മുടെ കിച്ചണൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അത് അങ്ങനെ ഇതിലൂടെ അപ്പുറത്തേക്കൂടെ പോയി കാണിച്ചു തരാം. അപ്പുറം വേറെ ക്യാമ്പേഴ്സ് ഫുൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇതൊരു കമ്മ്യൂണിറ്റി ലോഞ്ച് പോലെ. ഇത് കിച്ചൺ. ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഫ്രിഡ്ജ്, പിന്നെ എന്നിട്ട് ക്യാമറ, സെക്യൂരിറ്റിയും സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതേ കിടക്കണ നമ്മുടെ വണ്ടി. ഹലോ, പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് ക്യാബിൻസും ഇങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു റെൻറ്റിന്. അല്ല, ഞങ്ങളിവിടെ മോട്ടോർ ഹോം നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുത്തെ ക്യാമ്പിനുള്ള സ്പേസ് ഞങ്ങൾ ബുക്ക് ചെയ്തു. കാരണം അപ്പോൾ പ്രത്യേകിച്ചും ഈ ഹോളിഡേ സീസണും സ്കൂൾ ഹോളിഡേയ്സ് പ്രത്യേകിച്ചും വരുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ക്യാമ്പർ വാൻ എടുക്കുവാണെങ്കിൽ ക്യാമ്പിംഗ് സ്പേസ് നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഈ ക്യാമ്പിംഗ് സ്പേസ് ഒന്ന് ബുക്ക് ചെയ്ത് തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ടേ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നു ഓർത്തിട്ട്. അപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് ഈ ക്യാമ്പർ വാൻ എടുക്കുമ്പോൾ ഇതിന് 3 കാര്യങ്ങൾ ആണ് ഉള്ളത്. ഇതിൻ്റെ ഗരാജ് ആണെന്ന് പറയുന്നത്. അങ്ങനെ വിളിക്കുന്നത് ഈ ക്യാമ്പർ വാൻകാർ ഇങ്ങനെയാണ് വിളിക്കുന്നതിനെ. ബേസിക്കലി 3 കാര്യങ്ങളാണ് ഇതിന് ഉള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഫ്രഷ് വാട്ടറിനുള്ള ഹോസാണ്. ഇത് നമുക്ക് പല സ്ഥലത്തും കണക്ട് ചെയ്യാം. ഈ മിക്കവാറും എല്ലാ ക്യാമ്പിംഗ് സൈറ്റിലും ആ ഭാഗത്ത് ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ പച്ചക്കാരൻ്റെയൊക്കെ അപ്പുറ സൈഡിലെ ലൈറ്റൊക്കെ കണ്ടില്ല, ആ ഭാഗത്ത് ഒരെണ്ണമുണ്ട്. ഒരു ചേട്ടനെ ഇവിടെ നിന്ന് വെള്ളം പിടിക്കണുണ്ടായിരുന്നു വണ്ടിക്കകത്തേക്ക്. ഇത് വേസ്റ്റ് വാട്ടർ ഡംപ് ചെയ്യുന്നുള്ള ഇതാണ്. പിന്നെ ഇത് നമ്മുടെ പവർ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പവേർഡ് ക്യാമ്പ് സൈറ്റും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പവേർഡാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ നമുക്ക് രാത്രിയിലാണെങ്കിൽ ഇത് പവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആക്കിയിടേണ്ട ആവശ്യമില്ല. ഈ പവർ നമ്മൾ അതനുസരിച്ച് വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ പവർ കേബിൾ വരുന്നത് ഏകദേശം ഈ സാധനത്ത് ഇവിടെ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. ഇതിലേക്ക് കണക്ട് ചെയ്താൽ മതി. എന്നിട്ട് വണ്ടിയുടെ അപ്പർ സൈഡിലാണ് പവർ കേബിൾ വരുന്നത്. ഇത് ഫ്രഷ് വാട്ടറിൻ്റെ ഇൻലെറ്റാണ്. അടച്ചു വയ്ക്കണം നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും. ഇത് LPGയുടെ സ്റ്റോറേജ്. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ ഇങ്ങനകത്തായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ അവർ രണ്ട് ചെയറും വലിയൊരു ടേബിളും തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൺറൂഫൊക്കെ ഉണ്ട് വേണമെങ്കിൽ. അപ്പോൾ അത് നിവർത്താനുള്ള അതിൻ്റെ കമ്പിയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തൊന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇവിടെ നമുക്ക് കയറാം. സീറ്റാണെങ്കിൽ നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് സീറ്റാണ്. ഞാനിപ്പോൾ വണ്ടി നമുക്ക് കിട്ടിയുള്ളൂ. ഒരു വീഡിയോ നമുക്കൊരു കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അതിനകത്ത് ഇങ്ങനെ ഏതൊക്കെ ലിവർ പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അപ്പ് സൈഡ് ഇങ്ങോട്ട് തിരിക്കാമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സീറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് അങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല. ആ ടേബിൾ അങ്ങോട്ട് മാറ്റിയിട്ട് വേണം സീറ്റ് അങ്ങോട്ട് കറക്കാൻ. അതിനുള്ള ഈ ലിവറിൽ പിടിച്ചാൽ മതി എന്ന് പറയുന്നത്. തൽക്കാലം അത് കുറച്ചുകൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ തിരിക്കണമെന്നൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി കിട്ടിയുള്ളൂ, അതുകൊണ്ട് എനിക്കും വലിയ പിടുത്തമില്ല. ഇടയ്ക്ക് ആ വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് പരിചയപ്പെടാമെന്നാണ് ഞാനും വിചാരിക്കുന്നത്.
ഇത് വണ്ടിക്കകത്തേക്ക് ഇപ്പോൾ നമ്മൾ കയറി. ഇവിടെ ഒരു ടേബിളുണ്ട്. ഈ ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട്. ഇവിടെ നമ്മൾ കൊച്ചിനെ ഇവിടെ കെട്ടിപ്പൂട്ടി വെച്ചേക്കും. കൊച്ചിൻ്റെ സീറ്റ് ഇവിടെ വയ്ക്കണോണ്ടാണ് കേട്ടോ നമ്മൾ ഈ ടേബിൾ ഇങ്ങോട്ട് മാറ്റിയത്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് ഒരു ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്രിഡ്ജാണ്. ഓൺ ചെയ്ത് കാണിക്കാം. അത്യാവശ്യം ഞങ്ങളൊന്ന് ഷോപ്പിംഗ് നടത്തി, കാരണം നാളെ കടയൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ പോയി ഷോപ്പിംഗ് നടത്തി. തൽക്കാലത്തേക്കുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കിച്ചണാണ്. ഈ ഇത് സിങ്കുണ്ട്. ഈ സിങ്കിനകത്തു നിന്ന് പോകുന്ന വെള്ളമാണ് വേസ്റ്റ് വാട്ടർ കളക്ഷനായിട്ട് പോകുന്നത്. ഇത് സ്റ്റോവ്. ഇത് LPG ഓപ്പറേറ്റഡ് ആണ് കേട്ടോ. ഇവിടെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ബാത്റൂം. കുഞ്ഞിതാട്ടോ, ചെറിയൊരു ബാത്റൂമാണ്. ഈ ക്യാമറയിൽ എന്തോരം കിട്ടുന്നൊന്നും എനിക്കറിയത്തില്ല. നോക്കട്ടെ. അതിനൊരു സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ ഒരു പലക പോലെയുള്ള ഫിൽറ്റർ പോലെ ഹാങ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ. ടോയ്ലറ്റാണ്. ടോയ്ലറ്റിന് അത്യാവശ്യം വലിപ്പമുണ്ട്. പക്ഷേ നമ്മൾ ഈ ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇതിനകത്തുള്ള സാധനം ഇതിൻ്റെ കാറ്ററേജ് എംപ്റ്റി ചെയ്ത് ക്ലീൻ ആക്കി കൊടുക്കണം, ഉപയോഗിക്കാം. ഇത് നമ്മുടെ വൈഫൈയുടെ റൗട്ടറാണ് ഇരിക്കുന്നത്. വൈഫൈയുടെ റൗട്ടറും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് ഞങ്ങൾ എടുത്തത്. കാരണം ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇത് ഇഷ്ടംപോലെ. ഇതിപ്പോൾ ഈ ഫ്രിഡ്ജ്, TV, ബാത്റൂമിൻ്റെ പല സാധനങ്ങളും വേണമെങ്കിൽ കേടാവാം. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഏറ്റവും ബെസ്റ്റ് ഒരു ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തേക്കുവാണെങ്കിൽ എന്തെങ്കിലും കുറേ സാധനങ്ങളുണ്ട്, എന്തെങ്കിലും സാധനം കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. അങ്ങനെ പിന്നെ ഒരു ഈ മോളിൽ കാണുന്നത് ഇതൊരു ബെഡ്, രണ്ട് ബെഡ്. അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട്. ക്യാമറയിൽ എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഈ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ എക്സ്ട്രാ ഒരു ബെഡുണ്ട് നമുക്കിവിടെ. ഇതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ ആയിട്ട് ഇത് ബ്ലാക്ക് കളറുള്ളത് മാട്രസ് ആണ് കേട്ടോ. അപ്പോൾ ബേസിക്കലി അവർ പറഞ്ഞത് ഇത് അൺഹുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനെ നമ്മൾ മടക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് താന്ന് കഴിയുമ്പോൾ ഇവിടെ വന്നിരിക്കും. ഇത് അൺഹുക്ക് ചെയ്ത് മടക്കി വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു കീ ഇട്ട് തിരിക്കുക. ഇതിൻ്റെ അടിയിൽ ഒരു കീ ഉണ്ട്. ഈ കീ ഇട്ട് തിരിച്ചിട്ട് മുകളിലോട്ടും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബെഡ് ഈ സാധനം താഴത്തോട്ടും മുകളിലോട്ടും പോകും. അപ്പോൾ അങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ബെഡ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ഇത് പിള്ളേരെയൊക്കെ കിടത്താനായിട്ട് നല്ല ഒരു സൗകര്യമുള്ളൊരു ബെഡാണ്. കാരണം ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ നെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ താഴത്തോട്ടൊന്നും വീഴാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇതിനകത്ത് 0 to 6 പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. 6 വയസ്സ് കൂടുതലുള്ള പിള്ളേർക്ക് മാത്രം പറ്റാം. അവിടെ ഒരു എക്സ്ട്രാ നെറ്റുണ്ട്. ആ നെറ്റ് കുഞ്ഞു പിള്ളേരെ താങ്ങൂലെന്ന് തോന്നുന്നു. അങ്ങനെ സേഫ്റ്റി ഫസ്റ്റ്. പിന്നെ ഫ്രണ്ടിലുള്ളത് ഒരു കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഒരു നമ്മുടെ ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ പോലെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം പുതിയ വണ്ടിയാണ്. 2022 മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു ഹോൾഡറാണ്. ഇച്ചിരി ബലം പിടിക്കണം, മടക്കി വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം ഒതുങ്ങിയിരിക്കും. പിന്നെ നമ്മൾ എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഇവിടെ ഒരു ലോക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മൊബൈൽ ഫോണിനകത്ത് നൈസായിട്ട് സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ മാപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കാണാനൊക്കെ പറ്റും. അങ്ങനെ നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. വേറെ പ്രത്യേകിച്ച് വണ്ടിക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാമല്ലോ. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പാർക്കിൻ്റെ എന്താ പറയണേ, ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഇൻഫർമേഷൻ, നമ്മുടെ പാർക്കിങ്, നമ്മുടെ സ്പോട്ട് എവിടെയെന്നൊക്കെ കാണിച്ചൊരു സംഭവം. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിതിപ്പോൾ പവേഡ് സൈറ്റാണ്. ഒരു നൈറ്റിന് എനിക്ക് $44 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഏത് സമയം വേണമെങ്കിലും വരാൻ പറ്റും. അവിടത്തേക്ക് നമ്മൾ മറ്റുള്ളവർ
മറ്റ് ക്യാമ്പേഴ്സുമായിട്ടൊരു കൺസിഡറേഷൻ വേണം. കാരണം അവർ രാത്രി ഉറങ്ങുകയൊക്കെ ആയിരിക്കുകയാണെങ്കിൽ മാക്സിമം സൗണ്ടൊന്നും ഉണ്ടാക്കാതെ വന്ന് ഇവിടെ പതുക്കെ പാർക്ക് ചെയ്യുക. അങ്ങനെ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ വന്നിട്ട് സംഭവമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയത്. എന്നാൽ പിന്നെ നമുക്ക് വേറെ വിശേഷങ്ങളായിട്ട് വീണ്ടും വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. കൊച്ചും വൈഫും ഇവിടെയുണ്ട്. എന്നാൽ ക്യാമറ ഓഫ് ആക്കുവാണേ. നമുക്കേതായാലും നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റ് ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ വണ്ടി ഒന്ന് അടച്ചിട്ടേക്കാം കേട്ടോ. വെറുതെ എന്തിനും നമ്മൾ സേഫ്റ്റി റിസ്ക് ചെയ്യുന്നത്, അത് ചുമ്മാ അടച്ചാൽ മതി. കാറ് പോലെ ഇത് നല്ല പുതിയ വണ്ടി ആയതുകൊണ്ട് സുഖം ആട്ടോ അടയ്ക്കാൻ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ അങ്ങ് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അടഞ്ഞു വരും. വേറെ ക്യാമ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ വണ്ടിക്ക് മോട്ടോർ ഹോം എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇത് 7.5 മീറ്റർ നീളമുള്ള വണ്ടിയാണ്. സൺറൂഫും എക്സ്ട്രാ പുറത്തിങ്ങനെ വേണമെങ്കിൽ ക്യാമ്പിങ് ചെയ്യാൻ പറ്റും ഈ വണ്ടിക്ക്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സാധനം തുറക്കുവാണെങ്കിൽ അവർ പറഞ്ഞ് മഴയത്തും മഞ്ഞുള്ളപ്പോഴൊന്നും തുറക്കരുതെന്ന് പറഞ്ഞു. കാരണം ചിലപ്പോൾ അതിൽ പൂപ്പിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല വെയിലുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കാറ്റത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ചിലപ്പോൾ കാറ്റൊന്നും താങ്ങത്തില്ലായിരിക്കും, അത് കേടായി പോകും. നമ്മുടെ മറ്റേ പെട്ടെന്ന് ക്യാമ്പ് സൈറ്റിലുള്ള മറ്റു വിശേഷങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. മിക്കു ബാ 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 മിക്കു അയ്യോ ഇങ്ങോട്ട് പോരെ. ഇവിടെ വേറൊരു ക്യാമ്പിംഗ് വണ്ടി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. തുണി അലക്കുന്നവരും. ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അത്യാവശ്യം യൂസ്ഡ് പ്ലേ ഗ്രൗണ്ട്, അത്യാവശ്യം കുറേ നാളത്തെ പഴക്കം കാണിക്കുന്നുണ്ട് ഇത്. എങ്കിലും നല്ല സ്ഥലമാണ് കേട്ടോ. ഇഷ്ടംപോലെ ക്യാമ്പേഴ്സ് ഉണ്ട്. അത്യാവശ്യം ഫുള്ളായിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തത് വളരെ നന്നായെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ തോന്നി. കാരണം അല്ലെങ്കിൽ ഇവിടെ സ്പേസ് കിട്ടത്തില്ലായിരുന്നു. കൊച്ചിനുള്ള ഊഞ്ഞാൽ പറഞ്ഞ പോലെ നല്ല പഴക്കം തോന്നിക്കുന്നുണ്ട്. അവിടെ ആൾക്കാർ ഊഞ്ഞാലാടി നല്ല കുഴിയായിട്ടുണ്ട് അവിടെ. അവിടെ ഒരു ചേട്ടനിരുന്ന് എന്തോ എഴുതുന്നുണ്ട്. പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ട്, കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ വേറെ ഒന്നും കാണിക്കാനല്ലോ അല്ലേ ഇവിടെ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ പറയുക, നമുക്ക് ഇങ്ങനെ മോട്ടോർ ഹോം എടുത്തു കഴിഞ്ഞാൽ വേറെ സ്റ്റേ ചെയ്യാനായിട്ട് ഹോട്ടൽസ് ഒന്നും നോക്കണ്ട. നമുക്ക് ഇങ്ങനത്തെ സൈറ്റിൽ വന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുഡ് കഴിക്കണമെങ്കിൽ ഓപ്പൺ കിച്ചൺ ഉണ്ട്. പിന്നെ നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. നല്ലത് തന്നെയാണ്. നല്ല ഒരു റെസ്റ്റ് കിട്ടും. വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? നമ്മളെപ്പോഴും വേറെ സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോയി താമസിക്കുന്നതിനേക്കാളും വേറൊരു ലൈഫ് സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ ക്യാമ്പേഴ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ. കാരവാൻ ലൈഫ് എന്ന് പറഞ്ഞത് അവിടെ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരവാൻ ലൈഫല്ല, കാരവാൻ ഹയർ ആയിരുന്നു കേട്ടോ, സോറി. ഏതായാലും അവിടെ കിടക്കട്ടെ, വീഡിയോ അവിടെ കിടക്കട്ടെ. അവിടെ ഒരു പട്ടി നല്ല സുഖമായിട്ട് ക്യാമ്പിംഗ് ലൈഫ് എൻജോയ് ചെയ്യുന്നു. ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞ് ക്യാമ്പിംഗ് ലൈഫ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒത്തിരി നേരം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ സമയം എത്രയായി കാണും? 2 മണി കഴിഞ്ഞു. 1:45. ഏതായാലും നമുക്കിനി ഇവിടുന്ന് ഒത്തിരി നേരം ക്യാമ്പിംഗ് ലൈഫായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തൊന്നും നടക്കില്ല. ഇത് കുഴപ്പമില്ല. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മളേതായാലും വർക്കൗട്ടാക്കാൻ നോക്കാം മാക്സിമം. അത് തന്നെ നമ്മളേതായാലും ഇത് ചെയ്തിട്ട് ഇവിടെ തിരിച്ചിങ്ങോട്ട് വരാനാണ് പ്ലാന്. പിന്നെ ഇന്ന് വൈകുന്നേരം രാത്രിയിൽ ഇവിടെ സ്റ്റേ ആയിരിക്കും. അപ്പോൾ ഏതായാലും വീണ്ടും കാണാം കേട്ടോ. ഞങ്ങൾ നേരത്തെ വന്നിട്ട് പാർക്കിംഗ് സ്പേസൊക്കെ ചെക്ക് ചെയ്തു, എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യണമെന്നൊക്കെ നോക്കി. കാരണം രാത്രി വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടില്ലല്ലോ എവിടെയാണെന്നൊക്കെ. വഴിയൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. പിന്നെ അത് അവിടെ ആൾക്കാർ കിടക്കണുണ്ടോ, അത് സേഫാണോ എന്നൊന്നും അറിയില്ലല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ ലേക്ക് ടെക്കപ്പോയിലേക്ക് പോവാണ്. അപ്പം നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് അവിടെ വെച്ച് കാണാം.